എനിക്ക് കേട്ടില്ല, മാസ്ക് ഇട്ടുണ്ട്. പടസ്ഥലായിരുന്നു. ഒരു കോമ്പോ പഴയതുപോലെ തന്നെ വർക്കൗട്ടായോ? ഓ, നിങ്ങൾ കണ്ടില്ലേ? എങ്ങനെ ഇഷ്ടമായോ? അതാണ് പടം ഗംഭീരമായിട്ടുണ്ടായിരുന്നു. എല്ലാ ക്യാരക്ടേഴ്സും ഗംഭീരമായിട്ടുണ്ടായിരുന്നു. ഓംകാരന് എന്തെങ്കിലും പറയാനുണ്ടോ? ഓംകാരന് എന്താ പറയാനുണ്ടോ? എന്തെങ്കിലും പറയണോ? ഓഷമുണ്ടോ? ഭയങ്കര ഇഷ്ടമായി. പേഴ്സണലി ഭയങ്കര ഒരു റോംകോമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ പറഞ്ഞ മാതിരി നമ്മൾ വിഷമിച്ച് വരേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഹെവി ഹാർട്ടഡ് ആയിട്ടൊന്നും വരേണ്ട ആവശ്യമില്ല. വെരി ബ്യൂട്ടിഫുൾ മൂവി. അസലായിട്ട് അഭിനയം പിന്നെ നമുക്ക് ആരുടെയും പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. ഒരു ലൈറ്റ് ഹാർട്ടഡ് ബ്യൂട്ടിഫുൾ ഫിലിം. നമുക്ക് സന്തോഷമായിട്ട് ഇറങ്ങി വരാം. ഫാമിലി മൂവിയാണ് തീർച്ചയായിട്ടും. എല്ലാ ഫാമിലി ഓഡിയൻസിന് ശരിക്കും ധൈര്യത്തോടു കൂടിയിട്ട് തിയേറ്ററിൽ വന്ന് കണ്ടു നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് നിറയെ ഏത് നല്ല ഭംഗിയുള്ള, ഏത് നന്നായി അഭിനയിക്കുന്ന ഏതൊരു കുട്ടിയുടെ കൂടെ അഭിനയിച്ചാലും ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള പോലെ തന്നെ എനിക്ക് അച്ഛനമ്മ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കോമ്പോ ഇഷ്ടമാണ്. അതെ. ഈ ഒരു കോമ്പോ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ ബാക്കിയുള്ള നടിമാർക്കൊക്കെ വിഷമാവില്ല. മലയാളത്തിൽ ശരിയാണ്, മലയാളത്തിൽ. പക്ഷെ കാവ്യയുടെ കൂടെ ഉള്ള പടങ്ങളുണ്ട്. പിന്നെ ഒരുപാട് നല്ല നടിമാരുടെ കൂടെ അഭിനയിച്ചിട്ടില്ല. അപ്പം ഇന്ന ആൾ മാത്രം എന്ന് പറയുന്നത് തെറ്റായി പോകും. പക്ഷെ ഇവരുടെ കോമ്പോ ഗംഭീരമാണ്. അത് ശരിയാണ്. പ്രേക്ഷകരോട് പടം എന്തായാലും പോയി കാണണം. കുടുംബ പ്രേക്ഷകർക്ക് ഏറ്റവും സന്തോഷമായിട്ട് ഈ അവധിക്കാലത്ത് പോയി കാണാവുന്ന ഒരു പടമാണ് തീർച്ചയായിട്ടും. വലിയ പടങ്ങളൊക്കെ തിയേറ്ററിലുണ്ട്. അതെ, ഏതാണ് വലിയ പടങ്ങളുള്ളത്? പക്ഷെ അതൊക്കെ വെവ്വേറെ ജോണേഴ്സ് അല്ലേ. ഇപ്പം ഈ ജോണർ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഞാൻ ത്രില്ലർ കാണുന്ന ഞാൻ തന്നെ ഒരു റോം കോം കണ്ടാൽ പോവില്ലേ? അപ്പം അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇന്ന പടം കാരണം മറ്റേ പടം ഓടില്ല എന്നൊന്നുമില്ല. തിയേറ്റർ ഉണ്ടോ പടം ഓടിക്കോളും. കൈദിയുടെ ഷൂട്ടിനൊക്കെ ഷൂട്ടിന് രജനി സാറിൻ്റെ പടം കഴിഞ്ഞതിന് ശേഷമാണ്. അതിന് പോവും. അതിൻ്റെ മുമ്പ് ഒരു ചെറിയൊരു സാധനം സർപ്രൈസ് പോലെ വരുന്നുണ്ട്. ഒരു വെടിക്കെട്ട്. പറയാൻ പറ്റില്ല. കൈദിക്ക് ശേഷം ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ? ലൈഫ് സ്റ്റൈലിന് ഒരിക്കലും ഒരു മാറ്റം വന്നിട്ടില്ല. അത് അങ്ങനെയല്ല. നല്ല പടങ്ങൾ ഇറങ്ങുന്ന ഉറപ്പുള്ള പടങ്ങൾ ചെയ്യാന്നുള്ളതിൻ്റെ വേറെ ഇന്ന പടം ചെയ്യുന്നു എന്നുള്ളൊരു ധാരണയുള്ള ഒരാളാണെന്ന് തോന്നിയിട്ടില്ല. തീർച്ചയായും. മലയാളത്തിൽ ഇപ്പോൾ വരാൻ പോകുന്നത്, ഇനി ഇറങ്ങാൻ പോകുന്ന ഇമ്മീഡിയറ്റ് ഇറങ്ങാൻ പോകുന്നത് തമിഴിലാണ്. അത് ആത്മാ എന്ന് പറയുന്നൊരു പടം. അതിൽ കുറച്ച് ചാലഞ്ച്ഡ് ആയിട്ടുള്ള ഒരാളുടെ ക്യാരക്ടറാണ്. പിന്നെ വരാൻ പോകുന്നത് ദേവര എന്ന് പറഞ്ഞിട്ട് NTRൻ്റെ ഇവിടെ നമ്മുടെ ജൂനിയർ RRR നമ്മുടെ സൂപ്പർ സ്റ്റാർ NTRൻ്റെ കൂടെ ദേവര എന്ന് പറഞ്ഞ പടം. മലയാളത്തിൽ ഇപ്പം ഈ സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കും. എല്ലാ ഭാഷയിലും പടങ്ങൾ, നല്ല പടങ്ങളുടെ ഭാഗമാകുക എന്നുള്ളതാണ്. ഓസ്കാറിന്റെ 2018 അല്ലേ? സന്തോഷമല്ലേ, നല്ല കാര്യമല്ലേ? അപ്പം നമ്മളുടെ പടം എന്നുള്ളതല്ല കേട്ടോ. മലയാളത്തിൻ്റെ ഏത് പടം പോവുകയാണെങ്കിലും 2018 പോയി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. ഇതിൻ്റെ ഭർത്താവ് ഒരു ഭാഗമാണ്. പക്ഷേ മോദൻ ദാറ്റ്സ് നമ്മളിപ്പം എത്ര കാലങ്ങളായി, കുറേ കാലം സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് നമ്മൾ കാണുന്നൊരു സാധനമാണ് ഓസ്കർ. അട്ടപ്പാതിരിക്ക് ഈ പറഞ്ഞ മാതിരി ടിവിയുടെ മുമ്പിലിരിക്കണം. പക്ഷെ അപ്പം നമ്മളുടെ നാട്ടിൽ നിന്നൊരു ഫിലിം പോവുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് തിങ്. അപ്പോൾ അത് ഇറ്റ്സ് എ ഹ്യൂജ് പ്രോസസ്സ്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി അതിൻ്റെ ഉള്ളിൽ കയറുക, അവിടെ സ്ക്രീൻ ആവുക, അവിടുത്തെ എന്താ പറയുക മെമ്പേഴ്സിന് ഇഷ്ടമാവുക, അതൊക്കെ അറിയില്ല. ലെറ്റ്സ് സീ. ഓക്കെ. ഐ നോ. താങ്ക് യു സോ മച്ച്.